regarding gentle parenting on my Instagram. കുറേ പേരൻസ് ഒരുപാട് പേരൻസ് എൻ്റെ വീഡിയോ കാണാറുണ്ടെന്ന് പറയും. എന്നിട്ട് the one question they ask me is, നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ അവർക്ക് ചെയ്യാൻ അനുവദിക്കുന്നതും അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതും അതൊക്കെയാണോ ജെന്റിൽ പേരൻറ്റിങ്? ആൻഡ് ഈ സംശയം വരാനുള്ള മെയിൻ റീസൺസ് ബിക്കോസ് നമ്മളിൽ പലരും ഇങ്ങനെയല്ല വളർന്നത്. നമ്മൾ നേരെ നോ കേൾക്കുന്നു, നമ്മളോട് ആരെങ്കിലും നമ്മുടെ പേരൻസ് വഴക്ക് പറയുന്നു, നമ്മളെ അടിക്കുന്നു, ഇങ്ങനെ പല ഇൻസിഡൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് എ മെജോറിറ്റി ഓഫ് പീപ്പിൾ തിങ്ക് ദിസ് ഹാസ് നോട്ട് എഫക്റ്റഡ് ദെം. നമ്മൾ ആദ്യം ഒരു ജെന്റിൽ പേരൻറ്റിങ്ങിനെ പറ്റി കേൾക്കുന്നത് ചിലപ്പോൾ നമ്മളൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുട്ടീനെ വളർത്തേണ്ടത് എന്ന് അറിയില്ലാത്തപ്പോൾ, ഓർ വെൻ യു ആർ കൺഫ്യൂസ്ഡ് ഇസ് വെൻ യു ഗോ ആൻഡ് സെർച്ച് ദി ഇൻ്റർനെറ്റ് ഓർ യു റീഡ് ഓൺ ഇൻസ്റ്റഗ്രാം ഫ്രം അതർ പേരൻസ്. അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിലാണ്, എൻ്റെ സിറ്റുവേഷൻ അത് തന്നെയായിരുന്നു. അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിലാണ് നമ്മളെപ്പോഴും ജെന്റിൽ പേരൻറ്റിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് വെരി ഈസി. ഇപ്പോൾ ഞാൻ ജെന്റിൽ പേരൻറ്റിങ്ങിനെ പറ്റി എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഹിസ് ഫസ്റ്റ് റെസ്പോൺസ് വാസ് ഓൾസോ, I was hit as a child, but I am okay. And that is one thing that most of the people in our generation or most of the parents now go through. When they get to know about gentle parenting, the first thought that they have is, why? എന്തിനാണ് ജെന്റിൽ പേരൻറ്റ് ചെയ്യുന്നത്? അല്ലാതെയും if you hit the child or scold the child, nothing is going to happen because nothing happened to me. The truth is, they are not realizing it. When my husband told me this, I really got angry because he was not ready to accept that we had to gentle parent our child. And I was so adamant about this. And I told him, see, I was not hit as a child. Pakshe, even the little scoldings, even the shouting or how my parents never apologized to me or how I was blamed for certain things. അതൊക്കെ അവരുടെ ഒരു രീതിയായിരുന്നു. I'm not saying that parenting was bad. But all I'm saying is that parenting does have an impact on the child. That is, you're always taught that you have to be strong, or you don't share the emotional sides, or you don't share anything emotional with your parents or your family or anybody for that matter, because you are brought up that way. I have hidden a lot of things from them because I was afraid of the way they would react. And namakku eppozhum veedu ennu parayumbol is a safe space, and I want my child to feel that നമ്മളുടെ വീട് നമുക്കൊരു സേഫ് സ്പേസ് ആണ്. ഐ ക്യാൻ ടെൽ മൈ പേരൻസ്, ഐ ക്യാൻ ടോക്ക് ടു മൈ പേരൻസ് റിഗാർഡിംഗ് വാട്ട് എവർ ഇസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്, ഓർ ഇഫ് ഐ വാണ്ട് എൻ ഇമോഷണൽ സപ്പോർട്ട് ഐ ക്യാൻ ഗെറ്റ് ദാറ്റ് ഫ്രം മൈ പേരൻറ്റ്. അങ്ങനെ ഒരു ഫീലിംഗ്. There are these 3 videos about boundaries that I shared on Instagram. എടുത്തിട്ട് പറയാം. ഒരു ദിവസം ഞാൻ എൻ്റെ മോന് ലഞ്ച് കൊടുക്കുകയാണ്. ഞങ്ങൾ ബാൽക്കണിയിൽ ഇരിക്കുകയാണ്. അവനിങ്ങനെ ഒരു കിച്ചൺ ഡോറിൽ കൂടെ പോയിട്ട് മറ്റേ ഡോറിൽ കൂടെ ഇറങ്ങി വരുന്ന കളിക്കുകയായിരുന്നു കഴിക്കുന്നതിൻ്റെ ഇടയിൽ. പെട്ടെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആളെ കാണാനില്ല. ഈ വഴി കൂടെ പോയ ആളാണ്, തിരിച്ച് വരേണ്ടതാണ്. ബട്ട് സമയം കഴിഞ്ഞിട്ടും ആളെ കാണാത്തപ്പോൾ ഞാൻ ഉള്ളിലേക്ക് പോയി. യൂഷ്വലി ആൾ മിസ്സാകുമ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ഫോണിൻ്റെ ക്യാമറ ഓൺ ആക്കിയിട്ട് ഉള്ളിലേക്ക് പോയതും ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അവൻ മൈക്രോവേവിൻ്റെ പ്ലഗ് എടുത്തിട്ട് സോക്കറ്റിലിടാൻ നോക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് ഷോക്കായി, ബിക്കോസ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇല്ല, ഓൾറെഡി അതിൽ കറണ്ട് ഉണ്ടാവും. ഞാൻ യൂഷ്വലി ഉള്ളൊരു ദേഷ്യമുള്ളൊരു മൂഡിലാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അപ്പം തന്നെ ഒച്ചെടുത്തിട്ട് എറങ്ങാടെ താഴെ എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേനെ. പക്ഷെ അന്നെന്തോ ഐ വാസ് ഇൻ എ വെരി ഗുഡ് മൂഡ് ആൻഡ് ഐ ന്യൂ ഐ ഹാഡ് ടു ഹാൻഡിൽ ദിസ് വെരി വെൽ ആസ് എ ജെന്റിൽ പേരൻറ്റ്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അവൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഞാൻ ചുമ്മാ അവൻ്റെ കൂടെ കളിച്ചു. ഐ ജസ്റ്റ് ഡിഡ്ന്റ് മേക്ക് ഹിം ഫീൽ ദാറ്റ് ഹി വാസ് ഭയങ്കര എന്തോ കുറ്റം ചെയ്യുന്ന പോലെ ഒന്നും ഞാൻ കാണിച്ചില്ല. ബട്ട് ഇൻസ്റ്റെഡ് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, എടാ എന്താണ് നീ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഹി വാസ് വെരി ഹാപ്പിലി പ്ലേയിങ് വിത്ത് ദ പ്ലഗ്. കുറച്ച് നേരം അവനോട് കളിക്കാൻ ഞാൻ സമ്മതിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ബേബി ഐ എം ഗോയിങ് ടു പുട്ട് യു ഡൗൺ ഫ്രം ഹിയർ ബിക്കോസ് ബേബി സേഫ് ആയിരിക്കണം, ഇച്ചു സേഫ് ആയിരിക്കണം, അതുകൊണ്ട് മമ്മയ്ക്ക് ഇവിടെ കളിക്കാൻ സമ്മതിക്കാൻ പറ്റില്ല, കുറച്ച് ഡേഞ്ചറസ് ആണ്. ഈ ഭാഷ ഇപ്പോൾ അവന് മനസ്സിലാവും ബിക്കോസ് ഹി ഹാസ് ഗ്രോൺ അപ്പ് നൗ. 2 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഹി നൗ അണ്ടർസ്റ്റാൻഡ്സ് എവറിത്തിങ് വി സേ. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇസു ഇവിടെ കളിക്കാൻ മമ്മയ്ക്ക് സമ്മതിക്കാൻ പറ്റില്ല, സോ ഇസുവിനെ മമ്മ താഴെ ഇറക്കാണെന്ന് പറഞ്ഞ് ഞാൻ ആ ചെയറിന് താഴെ ഇറക്കി. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ദിസ് ഈസ് വെരി ഡേഞ്ചറസ്, അവിടെ ഷോക്ക് അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്, അപ്പം മമ്മയ്ക്ക് ഇസു സേഫ് ആയിരിക്കണോണ്ട് മമ്മയ്ക്ക് ഇവിടെ കളിക്കാൻ സമ്മതിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഹി ക്രൈഡ്, നല്ലോണം കരഞ്ഞു. ഹി വാണ്ടഡ് ടു പ്ലേ ദർ, ഹി വാസ് ക്രൈങ് സോ മച്ച്. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലെ ഹെൽപ്പ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, പ്ലീസ് ടേക്ക് ദിസ് ചെയർ ഔട്ട് സൈഡ് ടു ദ ബാൽക്കണി. അത് അവിടെ നിന്നാണ് അവൻ കൊണ്ടുവന്നത്. അപ്പോൾ ബാൽക്കണിയിലേക്ക് തിരിച്ച് അവർ കൊണ്ടുവച്ച് ഡോർ അടച്ചു. ആൻഡ് ഐ ന്യൂ, ഞാനപ്പോൾ ആ ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്താൽ അവനപ്പം മനസ്സിലാവില്ല ബിക്കോസ് ഹി വാസ് ക്രൈങ്. അപ്പോൾ അവൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവനെ എടുത്തിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കറിയാം ഇസു ഭയങ്കര സാഡാണെന്ന്, ബിക്കോസ് മമ്മ അവിടെ നിന്ന് റിമൂവ് ചെയ്തില്ല, ഇസുവിനെ അവിടെ നിന്ന് മാറ്റിയില്ല, അപ്പോൾ ഇസുവിന് ഭയങ്കര വിഷമമായില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ സൈഡ് യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല,
നമുക്ക് ഹാളിലേക്ക് പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്ന് ഹാളിലേക്ക്. എന്നിട്ട് ഞാനിങ്ങനെ പിടിച്ചിട്ടിരുന്നു. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഹി വാസ് നോർമൽ. ഒന്നും പറഞ്ഞില്ല, വേറെ ഒന്നും പറഞ്ഞില്ല. ഐ ജസ്റ്റ് ഹെൽഡ് ഹിം. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു പെയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഹി ജസ്റ്റ് സോ ദാറ്റ് ദർ ലൈൻ ഡൗൺ ദർ. അപ്പോൾ ഈ സെഡ് ലെറ്റ്സ് പെയിൻറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ പെയിൻ്റ് ഒക്കെ ചെയ്ത് ആളൊന്ന് പ്രോപ്പറായി നോർമൽ ബ്രീതിങ് ഒക്കെ ആയി കരച്ചിൻ്റെ ആ വിഷമങ്ങളൊക്കെ ഒന്ന് മാറി, അത് മറന്ന് തുടങ്ങിയെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഐ ടോൾഡ് ബേബി അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, അതുകൊണ്ടാണ് മമ്മ അവിടെ നിന്ന് റിമൂവ് ചെയ്തത്. ഇത് മമ്മയ്ക്ക് മനസ്സിലായി ഇസുവിന് ഭയങ്കര വിഷമമായിരുന്നു, പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, ഇവിടെ പ്ലഗിൽ കുത്തിയാൽ ബേബിക്ക് ഷോക്ക് അടിക്കും, ബൂബു ആവും, അതുകൊണ്ടാണ് മമ്മ ഇസുവിനെ അവിടെ നിന്ന് മാറ്റിയൊക്കെ അവിടെ കളിക്കരുത്, ഇനി അവിടെ കളിച്ചാൽ ഡേഞ്ചറസ് ആണ്, അതുകൊണ്ട് കേട്ടോ മമ്മ മാറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ആൻഡ് ഹി അണ്ടർസ്റ്റുഡ്. പക്ഷെ പലരുടെയും വിചാരം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെയൊക്കെ ഒരു പ്രാവശ്യം പറഞ്ഞു, നെക്സ്റ്റ് ഡേ തൊട്ട് അവർ പോവില്ല. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം അവരിത് ചെയ്യുന്ന കാണുമ്പോൾ അവർ വിചാരിക്കും ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞപ്പോൾ അവന് മനസ്സിലായില്ല, ഇനി ഞാൻ ഒച്ചയെടുക്കാം. അതല്ല വേണ്ടത്, പിന്നെയും അവർ പറഞ്ഞ് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് വൈ ജെന്റൽ പേരന്റിങ് ഇസ് മോർ അബൌട്ട് യുവർ പേഷ്യൻസ്. എന്ന് വെച്ചാൽ നമ്മൾ പിന്നെയും അത് കാണാം, അവരെന്തായാലും അത് ചെയ്യും. ബിക്കോസ് അവർക്ക് പിന്നെയും ആ കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല, എന്തുകൊണ്ട് എന്നെ അവിടെ നിന്ന് മാറ്റി, എന്താണ് അതിൻ്റെ റീസൺ, എന്നാൽ ഞാനതൊന്ന് ചെയ്തു നോക്കട്ടെ. ഇന്നും ആ ക്യൂരിയോസിറ്റി അവർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് whenever we are reading or playing, ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ചുമ്മാ ഓർമ്മിപ്പിക്കും. ഇടയ്ക്ക് ഇങ്ങനെ പറയും, ഇസൊന്ന് മൈക്രോവേവിൽ കളിച്ചോ? അപ്പോൾ അവൻ പറയും യെസ് ഐ പ്ലേഡ്. അപ്പം ഞാൻ പറയും ഇസു അവിടെ കളിക്കാൻ പാടില്ല, എന്നിട്ട് മമ്മ ഇസിനെ അവിടെ നിന്ന് മാറ്റിയില്ലേ, അതെന്താ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും ഒരു ആൻസർ പോലെ, ക്വസ്റ്റ്യൻ ആൻസർ പോലെ, ചുമ്മാ ഒരു കളി പോലെ ഐ യൂസ് ടു റിമൈൻഡ് ഹിം എന്താണ് കാര്യം. അപ്പോൾ അവൻ്റെ അടുത്ത് പറയും ബിക്കോസ് ഇറ്റ് ഇസ് ഡേഞ്ചറസ്. അങ്ങനെ കുറേ തവണ, ഒരു ദിവസം തന്നെ ഒരു 5-6 തവണ ഐ യൂസ് ടു റിമൈൻഡ് ഹിം, സി ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇഫ് യു ഗോ ആൻഡ് പ്ലേ ദെയർ. ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല, ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. So next day, not next day, but maybe after 2-3 days, he did this again. But ഞാൻ പകുതി വെച്ചിട്ട് അവൻ കസേര എടുത്ത് ബാൽക്കണിയിൽ നിന്ന് വരുമ്പോൾ തന്നെ എനിക്കറിയുന്നു അവൻ എന്താ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഐ ഡിഡ്ന്റ് ബ്ലെയിം ഹിം ഫോർ ഡൂയിങ് എനിത്തിങ്. ഐ ജസ്റ്റ് ടോൾഡ് ഹിം ദാറ്റ് ദ ചെയർ ബിലോങ്സ് ടു ദ ബാൽക്കണി. എന്നിട്ട് ഞാൻ പറഞ്ഞു മമ്മ തിരിച്ചു കൊണ്ടിടാം, ഓർ യു വോണ്ട് ടു പുട്ട് ഇറ്റ് ബാക്ക്. അപ്പോൾ ഹി സെഡ് ഹി വാണ്ട്സ് ടു പുട്ട് ഇറ്റ് ബാക്ക്. ബിക്കോസ് ഞാൻ അവനൊരു ഓപ്ഷൻ കൊടുത്തോടെ, വെദർ ഹി വാണ്ട്സ് ടു ഡു ഇറ്റ് അലോൺ ഓർ മമ്മ ഇൻവോൾവ് ആയിട്ട് മമ്മ കൊണ്ടുവയ്ക്കണമെന്ന് ചോദിച്ചപ്പോൾ he felt a kind of, he felt involved in that decision. Or he was not feeling that ഞാൻ അവനെ കൺട്രോൾ ചെയ്തൊക്കെ ഞാൻ തന്നെ കൊണ്ടുവയ്ക്കുക എന്താണെന്നുള്ള രീതിയിലൊന്നും he didn't feel. He just felt okay, mama is asking me, മമ്മ ഞാൻ ചെയ്യണോ അതോ മമ്മ ചെയ്യണോ. he said ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ കൊണ്ടിട്ട് തിരിച്ചു വന്നു. And he did this again and again for a few days. But I kept on repeating the same thing for the few days whenever we were taking a bath, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ രാത്രി, നൈറ്റ് അഫർമേഷൻസ്, അങ്ങനെ കുറേ തവണ ഞാനിങ്ങനെ അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു that this is very dangerous, you are not supposed to do this. And I also told my husband about this. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ ചുമ്മാ he will also ask, you played in the microwave the other day? He was like yes, but then he started saying, Papa, but microwave very dangerous. അങ്ങനെ he learned that it is very dangerous. But after maybe 2-3 weeks, he did this again. He brought the chair, but he called me. He said, Mama, and he was calling Mama. എന്ന് വിളിച്ചിട്ട് ഇവൻ ചെയറും പിടിച്ചിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. Because he knows ഞാൻ സമ്മതിക്കില്ല എന്ന് അവൻ അറിയാം. He was testing his boundaries. ഇപ്പോഴും ഇത് ഓക്കെ ആണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇസു ബാൽക്കണി, the chair belongs to the, and he said the balcony. അപ്പോൾ അതേപോലെ അവൻ ഞാൻ ചോദിച്ചു യു വാണ്ട് ടു പുട്ട് ഇറ്റ് ബാക്ക് ഓർ മമ്മ വിൽ പുട്ട് ഇറ്റ് ബാക്ക്. അപ്പോൾ ഹി സെഡ് ഐ വിൽ പുട്ട് ഇറ്റ് ബാക്ക്, ആൻഡ് ഹി പുട്ട് ഇറ്റ് ബാക്ക്. അത്രേ ഉള്ളൂ. ആൻഡ് ദെൻ ഹി ഹാസ് നെവർ ഡൺ ഇറ്റ്. പിന്നെ ആരെങ്കിലും മൈക്രോവേവിൽ പ്ലഗിൽ തൊടുന്ന കണ്ടാലും ഹി വിൽ സേ മൈക്രോവേവ് വെരി ഡേഞ്ചറസ്. സോ മൈ പോയിന്റ് ഇസ് ജെന്റൽ പേരന്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ബൗണ്ടറീസ് ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല. ജെന്റൽ പേരന്റിങ്ങിലും ഉണ്ട് സ്ട്രിക്റ്റ് ബൗണ്ടറീസ് ഒക്കെ. പക്ഷേ ഈ ബൗണ്ടറീസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് അടിച്ച് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് പഠിപ്പിക്കുക, അങ്ങനെയല്ല നമ്മൾ പഠിപ്പിക്കുന്നത് മാത്രം. റെസ്പെക്ട്ഫുള്ളി നമ്മൾ പേഷ്യൻ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണ്. പിന്നെ വൺ തിങ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ജെന്റൽ പേരന്റിംഗ് ഇസ് നോട്ട് ഒരു വൺ ടൈം പ്രോസസ്സ്. നമ്മൾ ഇന്ന് അവരോട് നല്ല രീതിയിൽ ഓക്കെ ഇതാണ് സംഭവം ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരത് ചെയ്യാതിരിക്കില്ല. കാരണം അവരുടെ കുഞ്ഞു മനസ്സിൽ അത് കയറാൻ കുറച്ച് സമയമെടുക്കും. ആൻഡ് വി ഹാവ് ടു ഗിവ് ദം ദാറ്റ് ടൈം. നമ്മൾ ആസ് പേരൻസ് വി ഹാവ് ടു ബി പേഷ്യൻറ്റ്, വി ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ് റിസൾട്ട്. ആൻഡ് ഇവർക്ക് അറിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പിന്നെ വീട്ടിലേക്ക് വന്നാൽ ശരി എന്തെങ്കിലും ചെയ്യട്ടെ, അങ്ങനെ ചെയ്യരുത്. അവർക്ക് അറിയുമ്പോൾ യു അക്നോളജ് ഇറ്റ് ഫീലിംഗ്. They shouldn't feel like they were wrong or anything, but instead you just tell them it's okay. Just tell them it's okay. And if you don't have anything to say, just be with them. നമുക്ക് ചില സമയത്ത് കറക്റ്റ് വേർഡ്സ് ഒന്നും ഉണ്ടാവില്ല പറയാൻ, ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് ടു സേ. ആൻഡ് നമ്മൾ ഷൗട്ട് ചെയ്യും,
But instead of shouting, you can always be with them. Just take them and handle them. But don't distract them. Let them cry. It's okay. It's okay to cry. Later, when they are in a good mood or when they are proper, just tell them. Talk to them about this incident. They will remember it. So you just talk to them. Keep on reminding them often of why this was not allowed. And they will understand. There's no need to shout. പിന്നെ വേറൊരു കാര്യം ചെയ്തിരുന്നു. ചില കാര്യങ്ങൾ നമുക്ക് സമ്മതിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ സമ്മതിച്ചാലും കുഴപ്പമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ മൈക്രോവേവ് ഇൻസിഡൻറ്റിൽ തന്നെ നമ്മൾ അവൻ്റെ അടുത്ത് ഭയങ്കര ഒരു വിഷമം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വേറൊരു കാര്യം ചെയ്തിരുന്നു. ഇത് ഓഫായിരിക്കുന്ന സമയത്ത് അവൻ്റെ അടുത്ത് ഡോർ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തൊക്കെ കളിച്ചോളാൻ പറഞ്ഞു. ഒരു ഓൾട്ടർനേറ്റീവ്സ് കൊടുത്തിരുന്നത്. ഇഫ് യു വോണ്ട് ടു പ്ലേ വിത്ത് ദ മൈക്രോവേവ് യു ക്യാൻ ഡു ദിസ്. ഓപ്പൺ ചെയ്യുക, തുറക്കുക. ആൻഡ് മമ്മ പപ്പ ഉള്ളപ്പോൾ മമ്മ പപ്പ എന്തെങ്കിലും കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻ ദ മൈക്രോവേവ്, maybe you can start. You can press the start button when I say, or you can press the stop button when mama or papa says. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിരുന്നു. So he was happy with that. So he was not completely forbidden from using the microwave. So he also felt in control. He felt okay, അപ്പോൾ എനിക്കിതിൽ കളിക്കുക, ഇതിലൊക്കെ തൊടാം, എനിക്കിത് ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റഡ് ഒന്നുമല്ല. സോ ഹി ഡസൻറ്റ് ഫീൽ ദാറ്റ് ക്യൂരിയോസിറ്റി ടു പ്ലേ വിത്ത് ദ പ്ലഗ് ഓർ ടു ഓപ്പറേറ്റ് ദിസ് ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. സോ യു ക്യാൻ പ്രൊവൈഡ് ദം ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് യു ക്യാൻ ബി വെരി നൈസ് ടു ദം വിതൗട്ട് ഷൗട്ടിങ്. യു ക്യാൻ മേക്ക് ദം അണ്ടർസ്റ്റാൻഡ്. സോ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ദാറ്റ് ഇറ്റ് ഡസൻറ്റ് മീൻ നിങ്ങൾ കുട്ടികൾ പറയുന്ന എല്ലാം സമ്മതിച്ചു കൊടുക്കുക എന്നല്ല, പക്ഷെ അവരുടെ കൂടെ നിന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ജെന്റിൽ പേരൻറ്റിങ്. And I know it is very hard as a parent to always be in control of your emotions. ഞാൻ ഇപ്പോഴും ചൂടാവാറുണ്ട് ചില കാര്യങ്ങൾ കാണുമ്പോൾ, ദേഷ്യപ്പെടാറുണ്ട്. ഐ നോ ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങൾക്ക് ജെന്റിൽ പേരൻറ്റിങ്ങിൻ്റെ അഡ്വൈസ് ഒക്കെ തരാണ്. ഐ ടെൽ യു സ്റ്റോറീസ് അബൌട്ട് ഹൗ ഐ ജെന്റിൽ പേരന്റ് മൈ സൺ ആൻഡ് വൈ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ. പക്ഷേ എന്നാൽ പോലും എനിക്കും ഒരുപാട് തവണ ചില ദിവസങ്ങളിൽ എനിക്ക് തീരെ കൺട്രോൾ ഉണ്ടാവില്ല ഓഫ് മൈ ഓൺ ഇമോഷൻസ്. ബട്ട് ഐ നോ ഐ എം ഗെറ്റിംഗ് ബെറ്റർ. അങ്ങനെ നമ്മൾ when you continue doing gentle parenting, you actually feel a lot better about yourself and you also grow. As a person also bhayangara change aayittunde ipo. I know after he came into my life, I have changed a lot. I know to control my emotions more than I've ever known in my life, and I know I can still be better. If you are in this journey, I want to promise you that it is possible to be a gentle parent, and it's also a very beautiful journey where you learn a lot about yourself and also to regulate a lot of your emotions better. And as you go by, I'm sure you will be an amazing parent to your child. എനിക്ക് കുറേ പേരൻസിൻ്റെ മെസ്സേജസ് വരാറുണ്ട്. and they say ഞാൻ ഭയങ്കര ഗിൽറ്റിയാണ് when I see your videos, and എനിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ജെന്റിൽ പേരന്റ് ആവാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് when I see your videos എന്നൊക്കെ. പക്ഷെ to them all I want to say is എനിക്കും ഇതേപോലെ മിസ്റ്റേക്സ് ഒക്കെ പറ്റാറുണ്ട്. ഞാൻ അവൻ്റെ അടുത്ത് ചൂടാവാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്, അവൻ കരയാറുണ്ട്. സംടൈംസ് ഐ മേ നോട്ട് ഹാവ് ഇറ്റ് ഇൻ മീ ടു ബി പേഷ്യൻറ്റ്. എൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. ആൻഡ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പ്ലീസ് ഡു അപ്പോളജൈസ്. ആ അപ്പോളജി ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ജെന്റിൽ പേരന്റിങ്. ഇറ്റ്സ് ലൈക്ക് ടെല്ലിങ് യുവർ കിഡ്സ് ദാറ്റ് സംടൈംസ് യു may not be able to control yourself or control your emotion, and that it's okay, but you need to take an action or you need to apologize. And that is also a beautiful lesson that you can teach your children. And I will definitely get back to you with another video on നമ്മുടെ കുട്ടികളുടെ അടുത്ത് എങ്ങനെ സോറി പറയണം ആൻഡ് എന്തുകൊണ്ട് സോറി പറയണം, സോറി പറയുന്നത് ഒരു കുറവാണോ, സോറി പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ. So I'll come back to you with a video on apologies. Till then, happy parent.